ഈ രാവിലെ ചിന്താ വിഷയമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ക്രിസ്തു. Today morning we are going to meditate on the idea that we have a God who is able to make intercession for us. എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുകയാണെങ്കിൽ when we talk about the situations and the circumstances surrounding the letter ഒന്നാം to the നൂറ്റാണ്ടിൽ Hebrews, യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായി തീർന്ന ക്രൈസ്തവ ശിഷ്യന്മാർ അവർ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ പീഡകൾ വന്നപ്പോൾ അവർ മടങ്ങി യഹൂദ മതത്തിലേക്ക് ഒരു തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉളവായി. There was a situation surrounding the Christian disciples of the first century when they went through trials and tribulations that they went back to their Jewish customs. ഏറ്റവും കുറഞ്ഞത് ഈ പുസ്തകത്തിൽ 5 തരത്തിലുള്ള പിന്മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. At minimum we can see 5 types of backslidings in this letter. ഒന്നാമത്തെ പിന്മാറ്റം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. We see that the first backsliding happened in the book of Hebrews chapter 2 and verse 3, that they went back to be spoken by the Lord and was confirmed by him, bearing also witness. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പിന്മാറ്റം അവിടെ കാണുന്നു, രക്ഷയിൽ നിന്നുള്ള പിന്മാറ്റം. In that case, that the first backsliding was a neglect of their salvation and a backsliding from there. രണ്ടാമത്തെ പിന്മാറ്റം യഹൂദ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച രണ്ടാമത്തെ പിന്മാറ്റം 3-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങളാണ്. The next backsliding is in chapter 3 verse 12, 13. 14-ാമത്തെ വാക്യം വായിക്കുന്നു: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയായി തീർന്നിരിക്കുന്നു. We see that we have become partakers of Christ if we hold the beginning of our confidence steadfast to the end. Verse 14. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പിന്മാറ്റം അവിടെ കാണുന്നു, അവർ ആദ്യ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയിരിക്കുന്നു. So then we see that the second backsliding is a backsliding from the very first confidence that they had in Christ Jesus. വീണ്ടും അടുത്ത പിന്മാറ്റം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. Next we see in chapter 6 and verse 4. അവിടെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, we see that those, if they backslide away after having received and tasted the heavenly gift, becoming partakers of the Holy Spirit. അവിടെ 2 പിന്മാറ്റം കാണാം. ഒന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള പിന്മാറ്റം, 2 ആത്മശക്തിയിൽ നിന്നുള്ള പിന്മാറ്റം. The first backsliding is a backsliding from the word of God. The second is the power of the Holy Spirit. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. Next we see in chapter 10 verse 24. അവിടെ പറയുന്നു: ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വഭാവങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. Let us not consider one another forsaking the assembling of ourselves together. അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മയിൽ നിന്നുള്ള പിന്മാറ്റം ആ ചിന്തകളിൽ കാണുവാൻ കഴിയുന്നു. We see in verse 25 that there's a backsliding from the assembling together. 10:37 മറ്റൊരു പിന്മാറ്റം കാണുവാൻ കഴിയുന്നു. We can also see another backsliding in verse ആ വാക്യത്തിൽ 37. ഇങ്ങനെ പറയുന്നു: ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. We see in verse 38 in English, the just shall live by faith. If anyone draws back, my soul has no pleasure in him. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ആ ജനം കർത്താവിന്റെ വരവിൽ നിന്നും പിന്മാറിപ്പോയിരിക്കുന്നു. In that case, we see a people having had a hope for the return of Jesus, they have backslid away from that hope. എബ്രായ ലേഖനത്തിന്റെ ആകമാനമുള്ള ആകത്തുക ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5 അല്ലെങ്കിൽ 6 തരത്തിലുള്ള പിന്മാറ്റം ഈ സഭയ്ക്ക് അല്ലെങ്കിൽ എബ്രായ ലേഖന വിശ്വാസികൾക്ക് സംഭവിച്ചു. I've given you the totality of 5 to 6 types of backslidings that happened to the church that the letter is being addressed അവരെ to. ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, In order to establish them in the faith, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അപ്പോസ്തലനായ പൗലോസ് എന്ന് വിശ്വസിക്കുന്നു ഇവിടെ പറയുകയാണ്. we believe that it is the apostle Paul who is writing this letter to declare to them the speciality and the uniqueness of Jesus. പിന്മാറിപ്പോയ ഒരു സഭയെ, പിന്മാറിപ്പോയ ഒരു ജനത്തെ, പിന്മാറിപ്പോയ ഒരു കൂട്ടത്തെ, പിന്മാറിപ്പോയ ഒരു വ്യക്തിയെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അത് കർത്താവിന് മാത്രം. If you ask me who can bring back a community, a group, a person away from their backsliding, it is only Jesus Christ. കർത്താവിന്റെ ശ്രേഷ്ഠത ഒരു
ഒരുവന്റെ അകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അവൻ പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുവാനിടയായിത്തീരും. When the unique touch of God intervenes in the life of a person, he will return from his backsliding. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ അധ്യായം തൊട്ട് കർത്താവിന്റെ ശ്രേഷ്ഠത വളരെ വ്യക്തമായി അവർ വിശദീകരിക്കുകയാണ്. In that case, we see that there is a great revelation regarding the uniqueness of Jesus Christ from the very first chapter. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു യേശു കർത്താവ് അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. We see in chapter 1 that Jesus is superior to prophets. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. In chapter 2, he is superior to angels. മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു അവൻ മോശയെക്കാൾ ശ്രേഷ്ഠൻ. In chapter 3, he is superior to Moses. നാലാം അധ്യായത്തിൽ യോശുവയെക്കാൾ അവൻ വലിയവൻ. In chapter 4, he is greater than Joshua. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ അവൻ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ അഹരോനേക്കാൾ വലിയവൻ. In chapters 5 through 7, he is greater than the priesthood according to the order of Aaron the priest. 8 മുതൽ 10 വരെയുള്ള അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നവൻ ആലയത്തെക്കാൾ യാഗപീഠത്തെക്കാൾ യാഗവസ്തുക്കളെക്കാൾ വലിയവൻ. In chapters 8 through 10, we see that he is greater than the temple, greater than the rituals and the materials used for the rituals. 11 അധ്യായത്തിൽ 16 വിശ്വാസ വീരന്മാരെക്കാൾ അവൻ വലിയവൻ. In chapter 11, he is greater and superior to the heroes of faith of the Old Testament. 12 അധ്യായത്തിൽ അവൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ വലിയവൻ. In chapter 11, he is greater than the blood of Abel. 13 അധ്യായത്തിൽ അവൻ പാപ പരിഹാര യാഗത്തെക്കാൾ വലിയവൻ. In chapter 13, he is greater than the sacrifice of trespass and sin ഈ ഓരോ offerings. പദത്തിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ട്. In each of these words, there is a greater revelation. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. But this morning, we are not going deeply into that. ഞാൻ പറഞ്ഞു വന്നല്ലോ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം യേശു ക്രിസ്തുവിന്റെ വലിമ പറയുന്ന പുസ്തകമാണ്. As I said before, the uniqueness of this book is that it is revealing to us the greatness and the uniqueness of Jesus. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ വലിപ്പം വീണ്ടും പറയുന്നുണ്ട്. In every chapter, the greatness of Jesus is reiterated. ഞാൻ പറഞ്ഞു ഒന്നാം അധ്യായത്തിൽ അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. As I said in chapter 1, he is superior to the prophets. എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. We see in chapter 1 verse 3 that because of the brightness of his glory and the express image of his person, he is upholding all things by the word of his power. രണ്ടാം അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നു അവൻ സകലത്തിന്റെ ലാക്കും അവൻ കാരണഭൂതനുമാണ്. We see in chapter 2 and verse 10, for it was fitting for him from whom all things and by whom all things, in bringing together many sons of glory. 2:14 പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാൻ അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചൻ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചവനാണ്. We see in chapter 2 verse 14, inasmuch then as the children have partaken of flesh and blood, he himself likewise shared in the same, that through death he might destroy him who had the power of death, that is the devil. ഇങ്ങനെ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ വലിപ്പം പറഞ്ഞുവെന്ന് in each chapter having reiterated the greatness of അധ്യായത്തിൽ Jesus. പറയുന്നു അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവാനുമാക്കുന്നവനാണ്. In chapter 12 we read that he is the author and the finisher of our faith. 13 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ പറയുന്നു അവൻ നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനാണ്. We see that he is greater than the offering and the blood that was shed for the offering. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ ആരാധനയ്ക്ക് വന്ന നിമിഷം മുതൽ നമ്മൾ ഉയർത്തുന്ന ഒരേ നാമം യേശുവിന്റെ നാമം മാത്രമാണ്. And the only name that we have been lifting up from the very moment we began to worship together is the name of Jesus. അത് ബൈബിൾ സ്റ്റഡിയിലൂടെയാണെങ്കിലും പാട്ടുകൾ കൂടിയാണെങ്കിലും ആരാധനയിലൂടെയാണെങ്കിലും വചന ശുശ്രൂഷയിലൂടെയാണെങ്കിലും യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. Whether it is through Bible study or worship or the meditation of the word of God, we are lifting up the name of Jesus. യേശുവിന്റെ നാമം ഉയർത്തപ്പെടുന്ന സകല മറ്റെല്ലാ നാമങ്ങളും അവിടെ കീഴ്പ്പെടുവാനിടയായി തീരും. And as we are lifting up the name of Jesus, every other name is surrendering and submitting to that name. യേശുവിന്റെ നാമത്തെ സ്വർലോകങ്ങളുടെ ഭൂലോകങ്ങളുടെ അധോലോകങ്ങളുടെ സകല മുഴങ്കാലും മടങ്ങുവാനിടയായി തീരും. And we see at the name of Jesus in the heavens, below the heavens and underneath the earth, every knee will bow. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെയും ഈ ചിന്തകൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ചില നിമിഷങ്ങൾ യേശുവിന്റെ നാമത്തെ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. And even as we meditate on the name of Jesus, let us take a few moments to lift up the name of Jesus this morning. ഈ രാവിലെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സത്ത്, ജീവിതത്തിന്റെ ലക്ഷ്യം, ജീവിതത്തിന്റെ ഉദ്ദേശം, ജീവിതത്തിന്റെ മുഴുവൻ അന്തസത്ത എന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തു മാത്രമാണ്.
ലക്ഷ്യമാണ്. And this morning, our ultimate goal, our ultimate prize, and the ultimate thing that we are running for is the name of Jesus അവൻ himself. ദേവാലയത്തെക്കാൾ വലിയവൻ, അവൻ സ്വർഗ്ഗത്തെക്കാൾ വലിയവൻ. He is greater than the temple. He is greater than the heavens itself. W.D. Duncan എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, A man of God named W.D. Duncan said Jesus thus. Christ to the architects, he is the chief cornerstone. Amen. He to the builders, he is the sure foundation. To the banker, he is the hidden treasure. To the baker, he is the living bread. To the doctor, he is the great physician. To the educated, he is the master teacher. To the farmers, he is the Lord of harvest. To the florist, he is the lily of the valley. For the geologist, he is the rock of ages. For the theologians, he is the author and the finisher of the faith. For the pastors, he is the great shepherd. For the sinner, he is the lamb that was slain. Praise the Lord. പാപിക്ക് അവൻ പാപ വിമോചകനാണ്, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. He was the slain lamb of God for the remission of sins for those of us who are sinners. Praise the Lord. Hallelujah. Praise the Lord. എന്നിട്ട് 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, And when we come to chapter 7, അവിടെ ആ പ്രധാനപ്പെട്ട ആ ഒരു പദം മാത്രമാണ് ഇന്ന് രാവിലെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. I want to take and focus on one particular word there. എന്താണ് 25-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തൻ. In verse 25, he is also able to save to the uttermost those who come to God through him, since he always lives to make intercession for them. പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. He is able to save us to the uttermost. അവന്റെ പ്രത്യേകത, അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. The uniqueness of Jesus is that he is able to save us to the uttermost. ആ വാക്യത്തിൽ 3 കാരണങ്ങൾ പറയാണ് രക്ഷിപ്പാൻ പ്രാപ്തനായവനെ കുറിച്ച്. We see 3 things about the one who is able to save. ഒന്നാമത്തെ കാരണം 23-24 വാക്യങ്ങൾ കാണുന്നു. We see the first reason in verses 23 and 24. 24-ാമത്തെ വാക്യം പറയുന്നു, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് അവന്റെ മേലുള്ളത് മാറാത്ത പൗരോഹിത്യമാണ്. We see that because he continues forever, he has an unchangeable priesthood. എന്തുകൊണ്ടാണ് അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ? Why is he able to save us to the uttermost? കാര്യം മാറാത്ത പൗരോഹിത്യമുള്ളവനാണ് അവൻ, അതുകൊണ്ടാണ് അവൻ രക്ഷിപ്പാൻ പ്രാപ്തൻ. It is because he has an unchanging priesthood that he is able to save us to the uttermost. 7-ാമത്തെ അധ്യായത്തിൽ 2 പുരോഹിതന്മാരെ പരിചയപ്പെടുത്തുകയാണ്. In chapter 7 we are being introduced to ഒരു two വ്യക്തി അഹരോൻ, priests. മറ്റൊരു വ്യക്തി മൽക്കിസദേക്ക്. We see one person named Melchizedek. ഇവിടെ അഹരോൻ അവൻ താൽക്കാലിക പൗരോഹിതൻ മാത്രമായിരുന്നു. Aaron was a temporal priest. അതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ മരണത്താൽ മാറിപ്പോകുന്നവനായിരുന്നു. Because he was one who was subject to death. എന്നാൽ മൽക്കിസദേക്കിനെ കുറിച്ച് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ പുരോഹിതനായിരുന്നു. But when we talk about Melchizedek, he is an eternal priest. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നവനും പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരുന്നു. In verse 3, he is without father, without mother, without genealogy, neither beginning of days nor end of life, remains a priest അപ്പോൾ ഞാൻ continually. പറഞ്ഞു വന്നത്, ഒരു പുരോഹിതൻ അവൻ താൽക്കാലിക മരണത്താൽ മാറിപ്പോകുന്നവൻ, എന്നാൽ മറ്റൊരു പുരോഹിതൻ മാറിപ്പോകാത്ത നിത്യനായ പുരോഹിതൻ. So we see one priest who is temporal and he will be wiped away with time, but we see another priest who is continuing in priesthood forever. ഒരു പുരോഹിതൻ പൂർണ്ണനല്ല. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി 7-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗം കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി യാഗം Completely bring forward an offering for sins because he had to offer the offerings first for himself. എന്നാൽ മറ്റൊരു പുരോഹിതനെ കുറിച്ച് പറയുന്നു, അവൻ പവിത്ര നിർദോഷ നിർമ്മലൻ പാപികളോട് വേർപെട്ടവൻ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതൻ. We see that this priest was holy, harmless, undefiled, separate from sinners, and has become higher than the heavens. അങ്ങനെയാണെങ്കിൽ ഒരു പുരോഹിതൻ പൂർണ്ണനല്ലായിരുന്നു. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ആരും പൂർണ്ണനല്ലായിരുന്നു. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ ഇപ്പോൾ ലേഖനകർത്താവ് വിശുദ്ധീകരിക്കുന്ന വിവരിച്ച് കാണിക്കുന്ന ഈ മഹാപുരോഹിതൻ അവൻ പൂർണ്ണനാണ്, അവൻ നിത്യനാണ്, അവൻ രാജാധി രാജാവാണ്. Whereas one priest was not complete and perfect in himself, the other priest was complete and perfect to bring about the forgiveness and remission of sins. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ അവർ നിഴല് മാത്രമായിരുന്നു, അവർ ഷാഡോ ആയിരുന്നു, അവർ വരുവാനുള്ളതിന് നിഴലായിരുന്നു എന്ന് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. We see in chapter 7 that the Old Testament priests were nothing but a shadow of the coming priesthood. എന്നാൽ സ്തോത്രം, ഇവിടെ വിശുദ്ധീകരിക്കുന്ന യേശു കർത്താവ് അവൻ പൊരുളായിരുന്നു, അവനായിരുന്നു റിയൽ.
we see that this Jesus who came forward as our priest was the real priest. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒന്നാമത്തെ ചിന്ത ഞാൻ ഇവിടെ ഇങ്ങനെ പങ്കുവെക്കട്ടെ. So let അവൻ me എന്തുകൊണ്ട് share with you. രക്ഷിപ്പാൻ പ്രാപ്തനാണ്? ഒന്നാമത്തെ കാരണം അവന്റെ മേലുള്ളത് മാറാത്ത പൗരോഹിത്യമാണ്. The first point I place before you is that he is able to save us to the uttermost because he has an unchangeable ആ priesthood. പദം തന്നെ മാറാത്ത പൗരോഹിത്യൻ. It is an unchangeable priesthood. അവൻ eternal പുരോഹിതനാണ്. He is an eternal priest. അവൻ മാറിപ്പോകുന്നവനല്ല. He is not a changing അവൻ God. മാറാത്തവനാണ്. He is an unchanging അങ്ങനെയാണെങ്കിൽ God. ഇന്ന് രാവിലെ ഞാൻ പറയും, ലോകത്തിലെ സകല പുരോഹിതന്മാരും ലോകത്തിൽ നാം വിശ്വസിക്കുന്ന എല്ലാ കൊമ്പുകളും ഒടിഞ്ഞു പോകുമ്പോൾ സ്തോത്രം, ഇന്ന് രാവിലെ മാറാത്ത മറക്കാത്ത ഒരു പുരോഹിതൻ നമുക്ക് വേണ്ടി ഈ രാവിലെയും ഉണ്ട്. അതിനായി സ്തോത്രം ചെയ്യാം. While we have priests in this world who have horns that will disappear away with time, we have a God who is an unchanging God and an eternal priest. ലോകത്തിലെ സകലരും മാറിപ്പോകുന്നവരാണ്, എന്നാൽ മാറാത്ത ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് നസ്രേനായ യേശു ക്രിസ്തു. Every single person in this world will change. There is only one who will never change. His name is Jesus. Praise the Lord. Hallelujah. ഹല്ലേലൂയ. മാറാത്ത പൗരോഹിത്യമുള്ളവനോട് സ്തോത്രം. ആ കള്ളൻ അന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ ഇപ്രകാരം ചോദിച്ചു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞ പദം ഇങ്ങനെയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. As we look at this unchanging priest on the cross of Calvary, the thief to his right asks him, Lord, remember me on the day you come. And Jesus responds and says, today you will be with me in ലോകത്തിലെ paradise. സകല ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ മരണമാണ്. When we talk about every living thing on earth, the end of that thing is death. സങ്കീർത്തനം 90 സങ്കീർത്തനം അഹരോൻ എന്ന് പറയുന്ന മഹാപുരോഹിതൻ മാറ്റപ്പെട്ടപ്പോൾ മോശെ എഴുതിയ സങ്കീർത്തനമാണ് 90 സങ്കീർത്തനം. We read that in Psalm 90 is a song written by Moses when Aaron passed away. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ സകല മഹാപുരോഹിതന്മാരും മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ക്രൂശിൽ കടന്നു പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. Every high priest in this world with time will pass away, but there was one on that cross who said, today you will be with me in paradise. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ മരണത്തിന് മാറ്റിക്കളയുവാൻ കഴിയാത്ത ശ്രേഷ്ഠ മഹാപുരോഹിതനെ സ്വീകരിക്കുവാൻ, സേവിക്കുവാൻ, ആരാധിക്കുവാൻ, പിൻപറ്റുവാൻ ഭാഗ്യം ലഭിച്ച ദൈവ പൈതലേ, ഈ ലോകത്തിലെ ഒരു മരണത്തിന് അധികാരിക്ക് നമ്മുടെ മേലുള്ള ദൈവിക പ്രത്യാശയെ ഇന്ന് രാവിലെയും തടുക്കുവാൻ കഴിയുകയില്ല. We have a God whom we are worshiping and following and adoring today. He is an unchanging, eternal priest, and no death could bring an end to this priesthood. Praise the Lord. അവൻ മാറാത്ത പുരോഹിതനാണ്. He is an unchangeable priest. രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട് അവൻ രക്ഷിപ്പാൻ പ്രാപ്തൻ? Secondly, why is he able to save us to അവന്റെ the അടുത്തൊരു uttermost? പ്രത്യേകത 25 വാക്യത്തിൽ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ സ്തോത്രം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ. In verse 25 we read that those who come to him, the Bible says he always lives to make intercession for them. ഈ പുരോഹിതന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ്. The uniqueness of this priest is that he lives to make intercession for ഇവൻ us. എന്തുകൊണ്ട് രക്ഷിപ്പാൻ പ്രാപ്തൻ? Why is he able to save us? ഇവൻ സദാകാലവും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് നിൽക്കുന്നവനാണ്. It is because he makes intercession for us through time. റോമാലേഖനം 8:34 പറയുന്നു, അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പക്ഷവാദം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. In Romans chapter 8 verse 24 we read that he sits at the right hand of God making intercession for us. പത്രോസിനോട് അവൻ പറഞ്ഞു, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സാത്താൻ നിന്നെ പതിർ പോലെ പാറ്റിക്കളയുവാൻ എന്നോട് കൽപ്പന ചോദിച്ചു, എന്നാൽ ഞാൻ അതിനെ അനുവദിച്ചു കൊടുത്തില്ല. Jesus said to Peter, the enemy asked for permission to sift you like wheat, but I have not given him that permission. ഇന്ന് രാവിലെ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്? This morning, why did we get the unique opportunity to sit at the table of the saints? കാരണം സ്തോത്ര പൈശാചിക മണ്ഡലങ്ങൾ നമ്മെ പതിർ പോലെ പാറ്റിക്കളയുവാൻ അനേക വട്ടം പൈശാചിക മണ്ഡലങ്ങൾ ആലോചന പിതാവിനോട് ചോദിച്ചപ്പോൾ അതിനനുവദിക്കാതെ ഒരുവൻ അതിന്റെ ഇടയ്ക്ക് കയറി നിന്നു. അവന്റെ പേരാണ് യേശു കർത്താവ്. At many points in time, Satan stood before God asking permission to sift you like wheat, but at no point in time did God grant that permission, and we stand here today. ഇന്ന് രാവിലെയും അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. And even this morning he sits at the right hand of God
God making intercession for us. പൈശാചിക മണ്ഡലങ്ങൾ നമ്മെ കുറ്റം വിധിച്ചുകൊണ്ട് കുറ്റാരോപണങ്ങളുമായി നമുക്കെതിരെയുള്ള വിധി പകർത്തുമ്പമായി അവിടെ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരുവൻ നമുക്ക് വേണ്ടി അതിനിടയ്ക്ക് നിൽക്കുന്നു. അവന്റെ പേരാണ് ഏക മധ്യസ്ഥനായ യേശുക്രിസ്തു. Even this morning, as Satan stands before God, accusing you and condemning you, there is a God who stands in the middle of that, and that name is Jesus, who makes intercession for അവൻ ഇന്ന് you. രാവിലെ നമ്മെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായ ദൈവമാണ്. And this morning he is able to save us to the uttermost. ഈ രാവിലെ ആരെങ്കിലും ഭയത്തോടെ ഭീതിയോടെ വ്യാകുല മനസ്സോടെ എന്നെ ഇന്ന് രാവിലെ കേൾക്കുന്നുവെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ, ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി മധ്യസ്ഥത ഇണയ്ക്കുന്ന, നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഈ രാവിലെയും ആ പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടിയുണ്ട്. If there is anyone sitting in this room with fear and doubt and anxiety, let me remind you this morning, we have an intercessor sitting at the right hand of God, pleading on behalf of us. അതുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിന് നമുക്ക് വേണ്ടി തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഏത് സമയത്ത് ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അവന്റെ തിരുസന്നിധിയിൽ കടന്നു പറയാം. And this morning we have a priest who is not unable to sympathize with our sinful state, but having been tested in every way, in every sin, he knows our experience and intercedes for us at the right hand of God. Praise the Lord. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാരണം അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഇറ്റേണൽ, സ്തോത്രം, നിലനിൽക്കുന്ന, എന്നേക്ക് നിൽക്കുന്ന മഹാപുരോഹിതൻ. Firstly, I told you he is an unchanging priest. രണ്ട്, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ. Secondly, he makes intercession for us. മൂന്നാമത്തെ പ്രത്യേകത അവനെ കുറിച്ച് Thirdly, 26ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. verse 26 says this way. വായിച്ചാട്ടാരെങ്കിലും 26ാമത്തെ വാക്യം. Praise the Lord. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് Praise the Lord, അവൻ നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായി? ഒറ്റ വാചകത്തിൽ പറയാം, അവൻ പരിശുദ്ധനായ മഹാപുരോഹിതനാണ്. If I were to tell you in one sentence why is Jesus able to save us, it is that he is a holy priest. Praise the Lord. Hallelujah. ഇന്ത്യയിലെ സന്യാസിമാര്, ഹൈന്ദവ സന്യാസിമാര്, അവർ ഈ കാശ്മീരിന്റെ ഹിമാചല സാനുക്കളിലൊക്കെ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന വലിയ സന്യാസിമാരുണ്ട്. We can see many Hindu monks who get on big mountains and they stay in these mountains meditating. അവരുടെ അകത്തൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെ. They have a prayer on the inside. ഞാൻ പാപിയാണ്, ഞാൻ പാപത്തോട് കൂടിയവനാണ്, ഞാൻ പാപ മനുഷ്യനാണ്, അതുകൊണ്ട് പാപശക്തിയിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? And their cry of the innermost parts of their hearts is, I am a sinful man, who can deliver me from this body of sin? പാമോഹ പാപകർമ്മോഹ പാപസംഭവ പാപ പാഹിമ ജഗദീശ്വര. Who can deliver me from this body of sin? Praise the Lord. ഈ ഭൂമിയിലെ സകല മനുഷ്യന്റെയും പ്രാർത്ഥന അതാണ്. Every man living on the earth has the same prayer. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഉയരത്തിലുണ്ട്. അവൻ പവിത്രനാ, നിർദോഷനാ, പാപം കൂടാതെയുള്ളവനാ, പാവികളോട് വേർപെട്ടവനാ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനാ. But today we have a high priest who is holy, harmless, undefiled, separate from sinners, and has become higher than the heavens. അവൻ പരിശുദ്ധനാണെന്ന് മാത്രമല്ല, Not only is he holy, പാപിയായ മനുഷ്യന്റെ അവസ്ഥയിൽ അവനോട് സഹതാപം കാണിക്കുന്നവനാണ്. he is one who can sympathize and empathize with those who are living in sin. റോമാലേഖനം 7:24 മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് ഒരു പദത്തോട് പറയുന്നുണ്ട്. We read in the book of Romans about the condition of mankind. Paul says thus, പറയുന്നു, "Oh wretched man who I am." Wretched man that I am. Yes. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. Wretched man that I am. ഈ പാപ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? Who will deliver me from this body of sin? ഇന്ന് രാവിലെയും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതാണ്. അയ്യോ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ,
ഈ പാപ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? Even this morning our heart's cry is the same. Wretched man that I am, wretched man that I am, who will deliver me from this body of sin? ഈ wretched man എന്ന അരിഷ്ട മനുഷ്യൻ എന്ന പദത്തിന് ഒരു കമന്ററി കൊടുത്തിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാണ്. One commentator says this as an interpretation. റോമൻ കാലഘട്ടങ്ങളിൽ റോമൻ ചക്രവർത്തി റോം ഭരിച്ചിരുന്ന പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ശിക്ഷ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. There was a Roman emperor. During his emperorship there was a particular event. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറ്റവാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ മറ്റൊരു ശവശരീരം, മരിച്ചുപോയ ഒരു ശവശരീരവുമായി ഈ വ്യക്തിയെ കൂട്ടിക്കെട്ടി വഴിവക്കിലൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. There was a command through the land, if a man was deemed to be a sinner, he had to have his body tied to a dead corpse and had to be buried along with the body that was dead. നിങ്ങൾ 7-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം, 7 തൊട്ട് 8 വരെ. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വാക്യത്തിന് കൂടുതൽ അർത്ഥം ലഭിക്കുവാനിടയായി തീരും. I want you to go home and read chapter 7 and 8. You will understand this more deeply. അപ്പോൾ ഇങ്ങനെ ഈ മരിച്ച ശവശരീരവുമായി കെട്ടിയ ജീവനുള്ള വ്യക്തി ചില നിമിഷങ്ങൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ മരിച്ച ശവശരീരത്തിലെ പുഴുക്കളും അണുക്കളും ഒക്കെ ഇവന്റെ ശരീരത്തിലേക്ക് വന്ന് ഇവന്റെ ശരീരം അരിഷ്ഠിതമായി തീരാൻ തുടങ്ങും. When this living sinner was tied to a dead corpse, the worms that were and the maggots coming out of the dead corpse would then transcend over to this living sinner's body and bring death to and detriment to this sinner. ഇങ്ങനെ അരിഷ്ടമാകുന്ന ആ ശരീരത്തെ നമ്മൾ മലയാള ഭാഷയിൽ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, നരകിച്ച് ചാകുക. In other words, it's basically a living hell kind of experience. ജീവനുണ്ടെങ്കിലും നരകിച്ച് ചാകുകയാണ്. They are alive but they are being tormented as if they are already in ഈ hell. ഭൂമിയിലെ മനുഷ്യൻ മുഴുവൻ നരകിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. And every man today is being tormented by sin and dying. എന്നാൽ ആ പുസ്തകത്തിന് അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ജയമുണ്ടെന്ന്. But the very next verse after chapter 8 says, through Jesus Christ we cannot be condemned and we have salvation. ഇവിടെ ഈ നരകിച്ചു ചാകുന്ന ഈ മനുഷ്യൻ പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കരയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്നെ ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? And this tormented sinner would call out and say, who can deliver me from this body of sin? ഇങ്ങനെ ആരെങ്കിലും വിടുവിക്കാൻ വന്നാൽ റോമൻ ശിക്ഷാവിധി അനുസരിച്ച് ഒരാൾ വിടുവിക്കുവാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയെ വിടുവിക്കുമ്പോൾ ഈ വിടുവിച്ച വ്യക്തി ആ വ്യക്തിക്ക് പകരമായി അവിടെ ആ ശരീരവുമായി കെട്ടപ്പെട്ട് അവിടെ അപ്രകാരമായിരിക്കണം. There is only one way to deliver this person from this torment. It is to take his place and to be a substitutionary replacement in that person's place. സ്തോത്രം. എന്നാൽ റോമാലേഖനം 7-ന്റെ അവസാനം കഴിഞ്ഞ 8-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. And that's why we read in the very next verse, in the next chapter, in the very first verse, we have no condemnation if we believe in Jesus Christ. റോമൻ ചക്രവർത്തി വിധിച്ച ശിക്ഷയാണെങ്കിലും ലോകത്തിലെ ഏത് മതം വിധിച്ച ശിക്ഷയാണെങ്കിലും ആ ശിക്ഷ മുഴുവൻ ഇതാ യേശു കർത്താവ് തന്റെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. Whether it is the judgment and the condemnation of a Roman emperor or any other emperor, we see that Jesus has taken a substitutionary place on behalf of us. അതുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറയുന്നത്, നാം പാപ സംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത്. അവൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. And that's why Peter declares, having taken on the body of sin and giving us his righteousness, he died for us and by his stripes we are healed. അങ്ങനെയാണെങ്കിൽ അരിഷ്ട മനുഷ്യനെ അരിഷ്ടതയിൽ നിന്നു മരണ ശരീരത്തിൽ നിന്നു വിടുവിക്കുവാൻ സ്തോത്രം ഈ മഹാപുരോഹിതൻ അവൻ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഈ ഭൂമിയിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. And in order to deliver the wretched man from the body of sin, we see that this priest died a substitutionary death on behalf of us. ഞാൻ അവസാനിപ്പിക്കുകയാണ്. I am coming to an end. എബ്രായ ലേഖനം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, അവന്റെ ശരീരം എന്ന തിരശ്ശീല കീറി, അവൻ ദേഹം എന്ന തിരശ്ശീല കീറി ജീവനുള്ള പുതു വഴി നമുക്ക് വേണ്ടി അവൻ തുറന്നു. And we see that the book of Hebrews ends like this, that he tore the veil which was his body and having opened a new way for us. ഇന്ന് രാവിലെ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ചില നിമിഷങ്ങൾ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയിട്ട്. If you understand what
what I'm saying. Begin to praise God with your own words this morning. രക്ഷിപ്പാൻ അവൻ എന്തുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അവന്റെ ശരീരം നമുക്ക് വേണ്ടി നൽകി തന്ന അവന്റെ ശരീരത്തിലൂടെ നാം കയറി ഇറങ്ങി ഇതാ ജീവനുള്ള പുതുവഴി അവൻ തുറന്നു. ഇതാ നിത്യത സ്വർഗീയ പുതുവഴി അവന്റെ ശരീരത്തിലൂടെ നമുക്ക് വേണ്ടി അവൻ തുറന്നു. ആ മഹാപുരോഹിതൻ ഇന്ന് രാവിലെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. The reason that he is able to save us to the uttermost is because he tore his body like he tore the veil, and he paved a new way for us. And this priest is at the right hand of God, interceding for each and every one of us. ഇന്ന് രാവിലെ ജീവനുള്ള പുതുവഴി സ്വന്തം ശരീരത്തിലൂടെ നൽകി തന്നവൻ ഇന്ന് രാവിലെ റോമാലേഖനത്തിൽ പറയുന്നു അവനോടുകൂടി സകലവും അവൻ നൽകാതിരിക്കുമോ? Amen. This priest who tore his body to give us a new way to life, Romans says, will he not along with his son give you everything you are in need അവൻ of? രക്ഷിപ്പാൻ പ്രാപ്തൻ. He is able to save നിന്റെ us. ജീവിതത്തിന് ഏത് മണ്ഡലത്തിൽ ഇന്ന് രാവിലെ സ്തോത്രം, ഓ ഇതാണ് എന്റെ വിധിയെന്ന്, ഇതാണ് എന്റെ അനുഭവം, ഇതോടെ ഞാൻ അവസാനിക്കുകയാണെന്ന് ലോകം വിധി എഴുതുന്ന മണ്ഡലങ്ങളിൽ രക്ഷിപ്പാൻ പ്രാപ്തനായവൻ, സ്വന്തം ശരീരം നിനക്ക് വേണ്ടി തന്നവൻ, ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ മഹാപുരോഹിതനായി അവൻ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ, ഇന്ന് രാവിലെയും അവൻ നമുക്ക് വേണ്ടി രക്ഷിപ്പാൻ, നിന്റെ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലോ നിന്നെ രക്ഷിപ്പാൻ ഈ രാവിലെ അവൻ പ്രാർത്ഥന. വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് കരങ്ങൾ അടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്നാട്ടെ. Shall we all stand up in the presence of God? ഈ രാവിലെ ചില നിമിഷങ്ങൾ കൂടെ ഇന്ന് രാവിലെ കേട്ട വചനത്തിന് മുൻപിൽ നമ്മൾ ഇന്ന് രാവിലെ ആരാധിച്ച് ഈ രാവിലെ നമുക്ക് മടങ്ങി പോകാം. Amen. This morning Jesus is able to save us to the uttermost. With every person standing, let's walk into a time of worship. രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവം, He is able to save us. അവൻ സദാ ജീവിക്കുന്ന ദൈവം, A God who is alive അവൻ സദാ, forevermore. അവൻ പവിത്രനായ നിർദോഷനായ നിഷ്കളങ്കനായ പാപികളോട് വേർപെട്ടവനായവൻ, സദാ പാപം അറിയാത്തവൻ, ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥത അണയ്ക്കുന്നു. He is holy, he is harmless, he is separate from sinners, undefiled, and he mediates on behalf of us. Praise the Lord. ഈ രാവിലെ അവൻ നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. This morning God is able to save us. ഈ രാവിലെ ഏത് മണ്ഡലത്തിൽ നീ ഇന്ന് രാവിലെ നീ ഭാരം അനുഭവിക്കുന്നു? What area of your life are you being burdened ആ by this മണ്ഡലത്തിൽ morning? നിന്നെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാ. Let me tell you, he is able to save you this നീ morning. തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയാണോ? You might be praying for your children നിന്റെ this morning. തലമുറയെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാ. Your God is able to save your നിന്റെ children. ഭർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണോ? Are you praying for your നിന്റെ ഭാര്യയ്ക്ക് husband? വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണോ? Praying for your wife. നിന്റെ ഭർത്താവിനെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാ. He is able to save your husband. നിന്റെ ഭാര്യയെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാ. Able to save your wife. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുവാൻ അവൻ പ്രാപ്തനാ. Able to bring a change to your current situation. നിത്യതയുടെ പൂർണ്ണ നിത്യത നിനക്ക് ഇന്ന് രാവിലെ നൽകി തരുവാൻ അവൻ പ്രാപ്തനാ. He is able to give you the fullness of eternity this morning. മരണഭീതിയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ പ്രാപ്തനാ. Able to deliver you from the fear of death. പാപത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ പ്രാപ്തനാ. Able to deliver you from sin. ജഡശരീരത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ പ്രാപ്തനാ. Able to deliver you from this wretched body. നിനക്ക് ഇഷ്ടമില്ലാത്ത നിന്റെ ഇച്ഛകൾ നിന്നെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആ ഇച്ഛകളിൽ നിന്ന് നിന്നെ ജീവിപ്പിക്കുവാൻ അവൻ പ്രാപ്തനാ. If your lusts and your passions are subduing you, this morning he is able to deliver you from your lustful passions. നിന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകൾക്കും വ്യതിയാനം വരുത്തുവാൻ അവൻ ഇന്ന് രാവിലെ പ്രാപ്തനാ. He is able to bring a change to every situation in your life this morning. എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. We put our hands together. ഈ രാവിലെ ദൈവാത്മാവ് എന്തെങ്കിലും ഇടപെട്ടുവെങ്കിൽ ഈ രാവിലെ ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിയാട്ടെ.